ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാനൊരു നല്ല ഒരു പ്രകൃതി ഭംഗിയൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഒരു വ്ളോഗിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ലാസ്റ്റ് പറയുന്നതാണ്. നമ്മുടെ വീട്ടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ പോകുന്ന സ്ഥലം. ഞാൻ എൻ്റെ ടൂ വീലറിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഒരു സൂപ്പർ 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 സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകണം. പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. ഈ സ്ഥലം എന്ന് പറയുന്നത് അത്രയ്ക്കും ഭംഗിയുണ്ട്. നമ്മളെ മെയിൻ റോഡിൽ നിന്നും തിരിഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ഉള്ളിലോട്ടൊരു കൂടിയാലൊരു മാക്സിമം പോയാലൊരു 4 കിലോമീറ്റർ ഉണ്ടാവുകയുള്ളൂ. അവിടേക്കാണിത്. അപ്പോൾ ആ പോകുന്ന സ്ഥലത്തുള്ള ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെയാണിത്. നല്ല ഒരു റബ്ബർ തോട്ടം അതിനകത്തു കൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഏകാന്തത ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ കവികളോ എഴുത്തുകാരോ പിന്നെ ഫാമിലി ആയിട്ട് എന്ത് വേണോ, ലവേഴ്സ്, ബാച്ചിലേഴ്സ്, ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും വന്ന് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ 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 സ്ഥലമാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു കായലിൻ്റെ ഒരു സൈഡാണ്. നമ്മളിപ്പോൾ പോകുന്ന കായലിൻ്റെ ഒരു സൈഡാണ്. ഇത് ബസ് റൂട്ടാണ് കേട്ടോ. അപ്പം നമ്മളവിടെ നിന്നപ്പോൾ തന്നെ ഒരു ബസ് അങ്ങോട്ട് പോകണുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ് പോയി, അത് തന്നെയാണ് റിട്ടേൺ പോകുന്നത്. ഒരുപാട് ബസ്സുകളില്ല. ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം കണ്ടോ ഇവിടത്തേക്ക് ബസ് ഉണ്ടാവുകയുള്ളൂ. വേറെ ബസ്സുകളൊന്നുമില്ല. പിന്നെ ഈ ഏരിയയിൽ വീടുകൾ അധികം ഇല്ല കേട്ടോ. വീടുകൾ കുറവാണ്, ആൾതാമസം കുറവാണ്. പക്ഷേ ടൂറിസ്റ്റ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ആൾക്കാർ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ പാർക്കുകളോ ബീച്ചുകളോ അങ്ങനെയൊന്നുമില്ല. പ്രകൃതി സൗന്ദര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം വരുന്ന ആൾക്കാരാണ് അത്രയും. പിന്നെ നമ്മൾ സാധാരണ പോകുന്ന സമയം ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ഞങ്ങൾ ഒരുപാട് സ്ഥലം പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് നമുക്ക് കുളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡൊക്കെ കുളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നല്ല നിരന്ന സ്ഥലമാണ്. നമുക്ക് അവിടെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ സ്ഥലത്ത് പോകാമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും അവിടെ ഒരുപാട് ആൾക്കാരിന്ന് കുളിക്കണുണ്ട്. അപ്പം നമുക്കത് അവർക്കും ഡിസ്റ്റർബ് ആവും, നമുക്കും ഒരു ഡിസ്റ്റർബ് ആവും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മാറി. അവർ കുളിക്കുക മാത്രമല്ല കേട്ടോ, ഒരു സൈഡിൽ അടുപ്പ് കൂട്ടി കപ്പ പുഴുങ്ങണുണ്ട്, ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അതിനെ കറി വെക്കണുണ്ട്. അതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അവർക്കൊക്കെ. ഒരുപാട് പേരുണ്ട്, ഒരു 20ഓളം ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം ബാച്ചിലേഴ്സ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വീഡിയോ പിടിക്കണമെങ്കിൽ നിങ്ങൾ പിടിച്ചോ, ഞങ്ങൾ മാറിത്തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട, കാരണം എവിടെന്നെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ നാട് കാണാൻ വന്ന ആൾക്കാരല്ലേ, നമ്മൾ അവരെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞു, വേണ്ട കുഴപ്പമില്ല, നിങ്ങളിവിടെ നിന്നോ, ഞങ്ങൾ വേറെ സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പക്ഷേ എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ ആൾക്കാരാണ്, ഫാമിലീസ് ഉണ്ട്, പിന്നെ ഒരുപാട് ലവേഴ്സ് ഉണ്ട് കേട്ടോ. അവരെയൊന്നും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല. കാരണം നമ്മുടെ വീഡിയോയിലെങ്ങാനും പെട്ടുപോയാൽ അവർക്കതൊരു എന്തെങ്കിലും പണിയാവും എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ അപ്പുറത്തോട്ട് പോയി വണ്ടിയൊക്കെ വെച്ചിട്ട് നടന്നു വരികയാണ്. പക്ഷേ ഇവിടെ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ, സൗകര്യക്കുറവുണ്ട്. ഇവിടെ അങ്ങനെ ആൾക്കാർ അധികം വന്ന് കുളിക്കുന്നതോ ഇരിക്കുന്നതോ ഉള്ള സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ മാക്സിമം വരുന്ന അപ്പുറത്തുള്ള സ്ഥലത്താണ് മാക്സിമം വന്ന് ഹസ്ബൻഡ് കുളിക്കുക. നമ്മളാരും അങ്ങനെ കുളിക്കാൻ ഇറങ്ങാറില്ല. കാരണം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പണ്ടൊക്കെ ആൾക്കാർ വീടൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് ഇടിച്ച് എടുക്കുമായിരുന്നു. അതുകൊണ്ട് ശരിക്കും കുഴികളൊക്കെ ഉണ്ട് കേട്ടോ, അകത്തോട്ട് കുഴികളൊക്കെ ഉണ്ട്. ഇപ്പം മഴയൊക്കെ പെയ്ത് വെള്ളം ഇങ്ങനെ കരയ്ക്കോട്ട് കയറി കിടക്കുന്നത് കൊണ്ട് എത്രത്തോളം കുഴിയുണ്ടോ ആഴമുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഡേഞ്ചർ ഏരിയയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇറങ്ങുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഡേഞ്ചർ ഏരിയ ആണെന്ന് തോന്നുന്നു. ഹസ്ബൻഡ് പറഞ്ഞതിനുള്ള അറിവേ എനിക്കുള്ളൂ. ഇവിടെയെങ്കിലും അധികം അങ്ങനെ ആൾക്കാർ വരില്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നിന്നുള്ള ഒരു 2-3 ആൾക്കാർ ഇങ്ങനെ കുളിക്കാനും മീൻ പിടിക്കാനും ഒക്കെ ഇറങ്ങി. അവരതിൻ്റെ അകത്ത് കുളിക്കാനാണെന്ന് തോന്നുന്നു, കുളിക്കാൻ ഇറങ്ങിയതാണ്, കുഴിയായിരുന്നു, അതിനകത്ത് പെട്ടുപോയി, അങ്ങനെ മരിച്ചുപോയി. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളൊന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഡേഞ്ചർ എത്രത്തോളം ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. ആ പേടി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. എനിക്ക് വെള്ളമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. വെള്ളമൊക്കെ ആണെങ്കിൽ ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഈ അന്തരീക്ഷം കാണുമ്പോഴേ അറിയാൻ പറ്റും. നേരം ഇത്രയും ആയെങ്കിലും സൂര്യൻ ഇന്ന് ലീവാണോ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാനും ചിന്തിച്ചു പോയാണ്. അത്രയ്ക്ക് മഞ്ഞ് കൊണ്ട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇപ്പം നമുക്ക് മഞ്ഞിൻ്റെ സമയം തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ജാനുവരി 15 വരെ ഇവിടെ ഫുള്ള് ഇങ്ങനെ അന്തരീക്ഷം
ഇങ്ങനെ മഞ്ഞുകൊണ്ട് മൂടി മൊത്തത്തിൽ കിടക്കുന്ന ഒരു ടൈമാണ്. വെയിലെന്ന് പറയുന്നതേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ഒന്ന് സൂക്ഷിച്ചിറങ്ങുക. പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒട്ടും അറിയില്ലല്ലോ ഇവിടുത്തെ ഈ ചുറ്റുപാടും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ അവസ്ഥകളൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അവർ ഒരുപക്ഷെ അത് അനുസരിച്ചിട്ട് കരയിൽ നിന്നൊക്കെ, പക്ഷെ ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ആ കല്ലിൽ സോപ്പും ഒക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർ അന്ന് കുളിക്കുകയും തുണി നനയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗണപതി കല്ല്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മൾ വന്നു പോയാൽ ആരായാലും കുറേ നേരം അവിടെ ഇരിക്കും. നല്ല ഏകാന്തതയും എന്തൊക്കെയോ നല്ല തണുപ്പും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. ഞാനും ആ പാറയിൽ കയറി കുറേ നേരം ഇരുന്നു. എന്തോ ഒരു സന്തോഷമെന്നറിയാമോ, നമുക്ക് നമ്മുടെ ടെൻഷനും വിഷമങ്ങളും ഒക്കെ മാറും. സത്യം അത്രയ്ക്ക് നല്ല ഒരു പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലമാണിത്. അത് നമ്മൾക്ക് നേരിട്ട് കാണുമ്പോഴേ നമുക്കതിൻ്റെ പ്രത്യേകത മനസ്സിലാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ. അത് നമ്മുടെ ഒരു ഭാഗ്യമായി നമ്മൾ കരുതുക. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ മഞ്ഞും തണുപ്പും ഒക്കെ ആയപ്പം എനിക്കും പ്രത്യേകിച്ച് അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനും ഒരുപാട് നേരം അവിടെ ഇരുന്നില്ല. എന്നാലും ഒരു അരമണിക്കൂറോളം ഞാൻ ആ പാറപ്പുറത്ത് തന്നെ ഇരുന്നു കേട്ടോ. എനിക്ക് നല്ല സന്തോഷം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. എന്നാൽ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പുറത്തെ സൈഡിൽ കുറേ പിള്ളേർ വന്നിന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അവരൊക്കെ രാവിലെ വന്ന ആൾക്കാരാണ്. പിന്നെ എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചു വരികയാണ്. പനയുണ്ട്. പനയെന്ന് പറയുന്നത് നമ്മുടെ ഈ നൊങ്ക് അറിയാലോ, ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് ആൾക്കാർ കഴിക്കുന്ന സാധനമാണല്ലോ ആ നൊങ്ക്. അതൊക്കെ ഒരുപാട് പേർക്ക് അറിയാം. വേറെ നാട്ടിൽ വേറെ പേരുകളായിരിക്കാം, എനിക്കറിയില്ല. അപ്പോൾ ആ നൊങ്കുകളൊക്കെ ഉണ്ട്. അതിൽ ഇപ്പം സീസണാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ആൾക്കാരൊക്കെ വെട്ടിയെടുക്കണുണ്ട്, പൊഴിഞ്ഞ് തറയിൽ വീഴുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ മരമുണ്ട്. വർഷങ്ങളോളം ആ മരം ഇങ്ങനെ വെള്ളത്തിൽ ചാഞ്ഞ് കിടക്കണം. പക്ഷെ അത് ചെത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോയിട്ടൊന്നുമില്ല, അങ്ങനെ കിടക്കുകയാണ്. അതിലൊന്ന് കയറണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് വെള്ളത്തിനകത്തായിട്ടാണ്, നമുക്ക് പിടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ പോയപ്പോൾ അതിൽ നിറച്ച് പിള്ളേരാണ്. പിന്നെ അതിൽ ഇറങ്ങിയില്ല. ഞങ്ങൾ അവിടുന്ന് മാറി അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. ഇതൊക്കെ ആ സ്ഥലത്തിന് ചുറ്റി, ആ കായലിന് ചുറ്റി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല തണുപ്പ്. പ്രത്യേകത എന്ന് പറയുന്നത് വെള്ളമൊക്കെ ആണെങ്കിൽ എന്തോരം തണുപ്പെന്നറിയാമോ. നല്ല സൂപ്പർ സ്ഥലമായിരുന്നു. പിന്നെ ആ കണ്ട ആൾക്കാർക്ക് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ആദ്യമായിട്ട് കണ്ടതാണ്. അവർക്കൊക്കെ എന്തോരം നമ്മളോട് എന്ത് സപ്പോർട്ട് എന്നറിയാമോ. നിങ്ങൾ വീഡിയോ പിടിച്ചോ, കുഴപ്പമില്ല, ഞങ്ങൾ മാറിത്തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും ഒരു സന്തോഷം തോന്നി. പക്ഷെ അവർക്കതൊരു ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് മാറിക്കൊടുത്തത്. അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചിഞ്ഞിപ്പുറത്തെ സൈഡിലോട്ട് വരികയാണ്. ഇത് അന്തരീക്ഷം ഫുള്ള് മഞ്ഞിൻ്റെ ഒരു ഇരളാണ്, അല്ലാതെ നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കുറവോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആൾക്കാർ ചൂണ്ടയിട്ടൊക്കെ മീനൊക്കെ പിടിക്കണുണ്ട് കേട്ടോ. എത്രയോ ഏക്കർ കണക്കിനാണ് ഇങ്ങനെ ഈ കായൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. നമ്മുടെ പ്രകൃതി സൗന്ദര്യം തുളുമ്പുന്ന ഈ ഗണപതിക്കല്ലെന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുക, ആസ്വദിക്കുക, ഫാമിലിയായിട്ട് പോവുക. പ്രകൃതിയെ പ്രകൃതിയെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുക, സന്തോഷവും സമാധാനവുമായിട്ട് മുന്നോട്ട് പോവുക. ഇനി നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല. പിന്നെ ഈ കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ താമരയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വളർന്നിങ്ങനെ കിടക്കുകയാണ്. അതൊരു സൈഡിലാണ്, കുറച്ച് ഭാഗത്തേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോയും വിശേഷവും ഇത്രയേ ഉള്ളൂ.